നമസ്കാരം. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ മലപ്പുറം സ്വദേശിയായ യുവാവിനെ കാണാതായി. ഇന്നലെ വൈകിട്ട് 4 സുഹൃത്തുക്കൾക്കൊപ്പം റിസർവോയറിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. താനൂർ ചീരംകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ മുഹമ്മദ് യഹിയയാണ് കാണാതായത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയാണ് യഹിയ. കോളേജിൽ നിന്നുള്ള 12 അംഗ സംഘത്തോടൊപ്പം കേരള വന ഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ. യഹിയ മുങ്ങിയ ഉടൻ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുട്ടായതോടെ ശ്രമം ഉപേക്ഷിച്ചു. പീച്ചി പോലീസും ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും രാത്രി തിരച്ചിൽ നടത്തി. വനം ഉദ്യോഗസ്ഥരും വാച്ചർമാരും മത്സ്യബന്ധന തൊഴിലാളികളും സ്കൂബ ടീമും നാട്ടുകാരും തിരച്ചിലിൽ പങ്കെടുത്തെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. രാത്രി 10:45 തിരച്ചിൽ നിർത്തി. പുലർച്ചെ വീണ്ടും തുടരും. സമീപത്ത് വനം വകുപ്പിന്റെ ബോട്ട് ഉണ്ടായിരുന്നെങ്കിലും ഡ്രൈവർ ഇല്ലാത്തതിനെ തുടർന്ന് തിരച്ചിൽ ആരംഭിക്കാൻ വൈകി. അതേസമയം വൈക്കത്ത് കള്ളു ചെത്താൻ തെങ്ങിൽ കയറിയ തൊഴിലാളി 3 മണിക്കൂറോളം തെങ്ങിൽ കുടുങ്ങി. തുരുത്തുമ്മ സ്വദേശി വലിയതറയിൽ രാജേഷാണ് 42 അടിയോളം ഉയരമുള്ള തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. രാജേഷ് തെങ്ങിൽ കയറിയതിന് പിന്നാലെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. ഇതോടെ ഭയചകിതനായ ഇയാൾക്ക് തെങ്ങിന് മുകളിൽ നിന്നും ഇറങ്ങാൻ കഴിയാതെ വരികയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6ഓടെയാണ് രാജേഷ് കള്ളു ചെത്താനായി തെങ്ങിൽ കയറിയത്. പിന്നാലെ തന്നെ കാറ്റും മഴയും എത്തി. കാറ്റത്തുണ്ടായ ഭയം കാരണമാണ് തെങ്ങിൽ നിന്നും ഇറങ്ങാൻ സാധിക്കാതെ വന്നത്. മുകളിൽ നിന്നും സമീപത്തെ വീട്ടുകാരെ വിളിച്ച് രാജേഷ് പറയുമ്പോഴാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. തുടർന്ന് വൈക്കം അഗ്നിശമന സേനയെ അറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ T. ഷാജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി രാത്രി 9:15ഓടെയാണ് രാജേഷിനെ താഴെ ഇറക്കിയത്.